ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പോൾ മക്കളെ, ഓണം എക്സാമിന് ശേഷം നമുക്ക് തുടങ്ങിയിട്ടുള്ള പുതിയ ചാപ്റ്ററാണ് നമ്മൾ ഡെസിമൽ ഫോംസ് അല്ലെങ്കിൽ ദശാംശ രൂപങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ. അപ്പോൾ ഓണം എക്സാം തകർത്ത് എഴുതി കഴിഞ്ഞ് നമ്മൾ പുതിയ ചാപ്റ്ററിലേക്ക് ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങാം അല്ലേ. ഇനി അടുത്ത എക്സാം ഇങ്ങനെ ആയിക്കൂടാ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങാൻ പോകുന്ന ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡെസിമൽ ഫോംസ് അല്ലെങ്കിൽ ദശാംശ രൂപങ്ങൾ. പക്ഷെ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു തുടങ്ങുമ്പോഴാണ് കുറേയൊക്കെ ആദ്യമൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തോന്നും, പോകെ പോകെ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടൊക്കെ തോന്നും അല്ലേ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്താണ് ഡെസിമൽ നമ്പർ, എന്താണ് ദശാംശ സംഖ്യ എന്ന് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു ഡെസിമൽ നമ്പർ ദശാംശ സംഖ്യ തന്നാൽ അതെന്താണ് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് 5.7 എന്ന് പറയുന്ന ഒരു ഡെസിമൽ നമ്പർ ദശാംശ സംഖ്യ കാണാം. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5.7നെ ഞാൻ 5 + 0.7 എന്ന് സെപ്പറേറ്റ് ആക്കി എഴുതുന്നു. 5 + 0.7 എന്ന് സെപ്പറേറ്റ് ആക്കി എഴുതി. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? എനിക്ക് എങ്ങനെ എഴുതാം? 5 + 0.7 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, ഡെസിമൽ കഴിഞ്ഞ് ഒരു നമ്പറാണുള്ളത്. നമ്മളുടെ ആ കുത്തിനെയാണ് നമ്മൾ ഡെസിമൽ അല്ലെങ്കിൽ ദശാംശം എന്ന് പറയുന്നത്. അതിനുശേഷം ഇവിടെ ഒരു നമ്പറാണുള്ളത് അല്ലേ, ഒരു നമ്പറാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ആ നമ്പർ അതേപോലെ എഴുതുന്നു. ഡിവൈഡഡ് ബൈ ഒരു നമ്പർ ഉള്ളത് കൊണ്ട് 10 എന്ന് എഴുതുന്നു. കാരണം ഒരു 0 അല്ലേ ഉള്ളൂ, 10. അപ്പോൾ 5 + 7/10 എന്ന് എഴുതാം. ഇനി ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 5 7/10 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഒരു രീതിയിലൂടെ എഴുതാം. എന്ത് ചെയ്യാന്നറിയോ? 5 × 10 ചെയ്യാം. 5 × 10 എത്രയാണ്? 50. 50ഉം 7ഉം 57/10. അതായത് 5.7 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിനെ ഞാൻ എന്ത് ചെയ്തു? 5 + 0.7 ആക്കി. 0.7നെ 7/10 എന്നാണ് എഴുതുക. ഇവരെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് 57/10 അല്ലെങ്കിൽ 57/10 എന്ന് വരും. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, മിസ് ഇത്രയൊക്കെ ചെയ്യണോ? വേണ്ട, ഇത്രയൊന്നും ചെയ്യണ്ട. സംഗതി ഇവിടുന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. എങ്ങനെ? സംഗതി ഇവിടുന്ന് ഡയറക്റ്റായിട്ട് എഴുതാം. നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. ഈ ഡെസിമൽ നമ്പറിനെ നിങ്ങൾ അങ്ങ് മറന്നു കളയാം. ഡെസിമൽ നമ്പർ അവിടെ ഇല്ല എന്ന് വിചാരിക്കുക. അതായത് 57 മാത്രം എടുക്കുക. ഡിവൈഡഡ് ബൈ, ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു നമ്പർ അല്ലേ ഉള്ളത്, ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു നമ്പർ. അപ്പോൾ നമ്മൾ ഒരു 0 10 ഇവിടെ എഴുതുന്നു. ഇത്രയും ചെയ്താൽ മതി. 5.7നെ നമുക്ക് എന്ത് ചെയ്യാം? 57/10 എന്ന് എഴുതാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു ചോദ്യം നോക്കിയേ, 4.29. ഈ 4.29 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 4.29നെ നമ്മൾ മാറ്റി എഴുതുന്നു. 4 + 0.29. ഇനി എങ്ങനെ എഴുതാം? 4 + 0.29 എന്ന് പറഞ്ഞാൽ നോക്കി, ഡെസിമൽ കഴിഞ്ഞ് 2 നമ്പർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 29 അങ്ങനെ തന്നെ എഴുതുന്നു. ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, എവിടുന്നാ മിസ്സേ ആ 100 കയറി വന്നേ? ഡെസിമൽ കഴിഞ്ഞ് 2 നമ്പർ അല്ലേ, അതുകൊണ്ട് 2 0 100 എടുത്തു. ഇനി എന്ത് ചെയ്യണം? 4 + 29/100. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 429 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം. ഇത് ഇത്രയും സ്റ്റെപ്പ് വാരി വലിച്ച് എഴുതണ്ട. ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ടും എഴുതാം. ഇവിടുന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എഴുതും. എങ്ങനെ? ഈ ഡെസിമലിനെ നമ്മൾ മറന്നു കളയാം. ഡെസിമൽ നമുക്കില്ല എന്ന് വിചാരിക്കുക. 429 മാത്രമേ ഉള്ളൂ. ഡിവൈഡഡ് ബൈ, ഡെസിമലിന് ശേഷം എത്ര നമ്പറുകളാണ്? 1 2. ഡെസിമലിന് ശേഷം 2 നമ്പറുകളാണുള്ളത്, 1 2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 0 താഴെ ഇടുന്നു, 1 എഴുതുന്നു. 429 ഡിവൈഡഡ് ബൈ 100. ഇത്രയും ചെയ്താൽ മതി. അതായത് ഏതൊരു ഡെസിമൽ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു രൂപത്തിൽ എഴുതാനായിട്ട് സാധിക്കും. ഇനി കുറച്ച് ഡിഫിക്കൽട്ടി ലെവൽ കൂടിയിട്ടുള്ള ഈ ഒരു ചോദ്യം നിങ്ങളൊന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന നമ്പറിനെ ഒരു ഫ്രാക്ഷണൽ ഫോമിലേക്ക് മാറ്റി എഴുതാം. അതായത് ഈ ഒരു ഫോമിലേക്ക് നിങ്ങൾക്ക് മാറ്റി എഴുതാൻ സാധിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെ ഒന്ന് ചെയ്ത് നോക്കുക, ഉത്തരം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ശ്രമിച്ചു നോക്കുക. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ചാപ്റ്റർ നമ്മുടെ വജ്ര ബാച്ചിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സെറ്റാക്കി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ വേഗം ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് ഈ ഒരു കംപ്ലീറ്റ് ചാപ്റ്ററും ഇതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും പിന്നെ മോഡൽ ക്വസ്റ്റ്യൻസും യൂണിറ്റ് ടെസ്റ്റും ഒക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ആപ്പിൽ പറയുന്നത്. അപ്പോൾ ആരും തന്നെ ചാൻസ് മിസ് ചെയ്യേണ്ട, വേഗം തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം.